എഴുന്നേറ്റ് നിന്ന് തന്നെ സംസാരിക്കാം. അങ്ങേയറ്റത്തെ ആദരവുള്ള ഒരു പ്രസ്ഥാനമാണ് എനിക്ക് മാതൃഭൂമി. മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിന് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം MT വാസുദേവൻ നായരാണ് ഉദ്ഘാടകനായിട്ട് എത്തിയിരുന്നത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കനകക്കുന്നിൻ്റെ പടികൾ കയറി വരുമ്പോൾ MT ലോകത്തില്ല എന്ന ഒരു സത്യം അറിഞ്ഞുകൊണ്ടും അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു മനസ്സുമായിട്ടാണ് ഞാൻ കയറി വന്നത്. ചില മരണങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയില്ല. പ്രകൃതി, കാലം എത്രയൊക്കെ നമ്മെ നിർബന്ധിച്ച് ഇല്ല ഇല്ല എന്ന് പഠിപ്പിച്ചാലും ഉണ്ട് ഉണ്ട് എന്ന് അന്ധക്കരണം മന്ത്രിക്കുന്ന ചില വേർപാടുകളുണ്ട്. ആ അർത്ഥത്തിലുള്ളൊരു വേർപാടാണ് എന്നെ സംബന്ധിച്ച് MT എന്ന വാസുവേട്ടൻ. ഞാൻ വിചാരിച്ചത് എന്നെക്കുറിച്ച് മാത്രമായിരിക്കും അത് ശരിയെന്നാണ്. എന്നാൽ കോടിക്കണക്കായ മലയാളികളും അല്ലാത്തവരുമായ ആളുകൾക്ക് MT ആരായിരുന്നു എന്ന് ഈ 1.5 മാസം കൊണ്ട് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു. കുറച്ചൊരു വൈകാരികതയോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും ഞാൻ വൈകാരികതയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കാം. കാരണം MT നമുക്ക് ആരായിരുന്നു എന്ന് ഇനിയുള്ള കാലങ്ങളിലാണ് ബോധ്യപ്പെട്ടു വരിക. ഒരുപക്ഷെ ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾ പോലും MT ഇല്ലാതായപ്പോൾ ദുഃഖിച്ചത് ഞാൻ കണ്ടു. 2 വർഷം മുമ്പ് MTയുടെ സാഹിത്യത്തെക്കുറിച്ച് കുട്ടികൾക്കിടയിലെ ഒരു പ്രബന്ധ മത്സരത്തിൽ ആ 2 വർഷം മുമ്പ് 14ഉം 15ഉം ഒക്കെ വയസ്സായ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ എഴുതിയത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത്. എനിക്ക് കണ്ടെത്താൻ കഴിയാത്ത പലതുമാണ് ആ കുട്ടികൾ കണ്ടെത്തിയത്. MTക്കുള്ളിൽ ഒരു കുട്ടിയുണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഒരു കുട്ടിയാണ്. അത് മാണിക്കക്കല്ല് എന്ന കഥ വായിച്ചിട്ടല്ല, ദയ എന്ന പെൺകുട്ടി വായിച്ചിട്ടല്ല. MTയുടെ കഥകൾക്കുള്ളിലൊക്കെ മുതിരാൻ കൂട്ടാക്കാത്ത ഒരു കുട്ടിയുണ്ട്. അത് MTയുടെ പല കഥകളിലും ഉണ്ട് എന്ന് ആ കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ ആ കുട്ടിയാണ് MTയെ നിർണയിച്ചത്. 16 17 വയസ്സുവരെ മാത്രം കൂടല്ലൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ ജീവിച്ച MT പഠിക്കാനായി പാലക്കാട്ട് പോയി. അവിടെ നിന്ന് പിന്നെ കോഴിക്കോട്ട് പോയി. കോഴിക്കോട്ട് മാതൃഭൂമിയിൽ ജോലി ചെയ്തു. മാതൃഭൂമിയുടെ പത്രാധിപരായി, പീരിയോഡിക്കൽസ് എഡിറ്ററായി ദീർഘകാലം ജോലി ചെയ്തു. അദ്ദേഹം പല രാജ്യങ്ങൾ സന്ദർശിച്ചു. ലോകത്ത് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അമേരിക്കയിൽ പോയി 60കളിൽ മർക്കേസ് എന്ന എഴുത്തുകാരനെ കുറിച്ച് ആദ്യമായി മലയാളികളോട് പറഞ്ഞു. മർക്കേസ് എന്ന എഴുത്തുകാരനെ ആദ്യമായി മലയാളികൾ കേട്ടത് MTയുടെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാവിവരണത്തിലാണ്. അങ്ങനെ അത്ഭുതകരമായ വിധത്തിൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി. എന്നിട്ടും MT ഒരു നിർണായക ഘട്ടത്തിൽ പറഞ്ഞു, കൂടല്ലൂർ എൻ്റെ കഥകളിൽ ഒരൊഴിയാബാധയാണ്. ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്, പക്ഷേ എവിടെ പോയാലും ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാചകം അതിൻ്റെ ഭാഗമാണ്. അറിയപ്പെടാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഇതാണ് MTയുടെ സർഗമുദ്രയുടെ പ്രധാനപ്പെട്ട അടയാളം. 15-16 വയസ്സുവരെ മാത്രം ജീവിച്ച കൂടല്ലൂർ എന്ന ആ പുഴയോര ഗ്രാമത്തിൻ്റെ ജീവിതത്തോട് MT അഗാധമായി കടപ്പെട്ടിരിക്കുന്നു. MTയുടെ ആർക്കിടൈപ്പുകൾ, ആദ്യ രൂപങ്ങളൊക്കെ വന്നത് കൂടല്ലൂരിൽ നിന്നാണ്. നേരത്തെ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ കൂടല്ലൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് 12 നാഴിക മാത്രം ദൂരെയുള്ള അതുപോലൊരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ച ആളാണെന്ന് പറഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ മാഷ് എനിക്ക് വായിക്കാൻ തന്ന രക്തം പുരണ്ട മൺതരികൾ എന്ന കഥയെക്കുറിച്ച് സൂചിപ്പിച്ചു. അന്ന് കുട്ടികൃഷ്ണമേനോ മാഷ് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂൾ നിൽക്കുന്ന അട്ടേക്കുന്നത്ത് നിന്ന് നോക്കിയാൽ ദൂരെ നരിമാളൻ കുന്ന് കാണാം. നരിമാളൻ കുന്നിൻ്റെ അപ്പുറത്താണ് MTയുടെ കൂടല്ലൂർ. ഏതാണ്ട് എൻ്റെ ഗ്രാമം പോലെ സമാനമായ ഒരു ഗ്രാമമാണ്. പക്ഷെ കൂടല്ലൂർ പുഴയുടെ കരയിലാണ്, എൻ്റേത് പുഴയിൽ നിന്ന് കുറച്ച് വിട്ടാണ്. അന്ന് ഞാൻ കാണാത്ത കൂടല്ലൂരിലേക്ക് നോക്കി നിന്നപ്പോൾ, കാണാത്ത MTയെ നോക്കി നിന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അമ്പരപ്പും അത്ഭുതവും അജ്ഞേയതയും, അജ്ഞേയത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയായിക, അതിപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഉണ്ട്.
33 വർഷം എം ടിയോടൊപ്പം തുഞ്ചൻ സ്മാരകത്തിൽ ജോലി ചെയ്തു. എം ടി മീശ പിടിക്കുമ്പോൾ എന്താണ് അർത്ഥമെന്ന് മനസ്സിലാക്കി. എം ടി ബീഡി പല സ്ഥലത്ത് വെച്ച് വലിക്കുമ്പോൾ എന്തൊക്കെയാണ് അർത്ഥമെന്ന് മനസ്സിലാക്കി. എം ടി അധികം വർത്തമാനം പറയില്ല. എം ടി ഇങ്ങനെ കാണുന്നത്, എം ടിയുടെ മുഖത്ത് കാണുന്ന സ്തോഭ വ്യത്യാസങ്ങളാണ്. അത് എന്നേക്കാൾ അറിയുന്ന എത്രയോ ആളുകളുണ്ട്. മാതൃഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹായി ഉണ്ടായിരുന്നു. അയാൾ ഇടയ്ക്ക് വരും, എം ടി നോക്കും, പോയി ദിനേശ് ബീഡി കൊണ്ടുവരും. കുറച്ച് കഴിഞ്ഞ് വരും, എം ടി നോക്കും, പോയി ചായ കൊണ്ടുവരും. കുറച്ച് കഴിഞ്ഞ് വരും, എം ടി നോക്കും, ഒരു പുസ്തകം കൊണ്ടുവരും. അപ്പോൾ ഒരു നോട്ടത്തിൻ്റെ അർത്ഥം, മഹാമൗനത്തിൻ്റെ ചന്ദന സൗന്ദര്യം അറിഞ്ഞ കുറേ ആളുകളുണ്ടായിരുന്നു. അതൊക്കെ ഈ പുഴയുടെ സൗന്ദര്യമാണ്. പുഴ പാടുന്നത് പോലെ തന്നെ പുഴ നിശബ്ദയായിരിക്കുകയും ചെയ്യും. നിങ്ങൾ കൂടലൂരിൽ പോയി നോക്കിയാൽ നിശബ്ദമായ പുഴ കാണാം. വടക്കേപ്പുഴയും തെക്കേപ്പുഴയും ചേരുന്ന കൂടല്ലൂർ കൂട്ടക്കടവിൻ്റെ നടുക്കൊരു തുരുത്തു പോലെ സ്ഥലമുണ്ട്. അവിടെ നിന്നാൽ 2 ചരിത്ര നദികൾ സംഗമിക്കുന്ന സ്ഥലത്തെ മൗനം വായിക്കാം. എം ടി വായിച്ചത് പ്രകൃതിയുടെ ഈ ചന്ദന മൗനമാണ്. എം ടിയുടെ രചനയ്ക്കുള്ളിൽ അത് അഗാധമായി മുഴങ്ങിക്കൊണ്ടിരുന്നു. എം ടിയുടെ കഥകളെക്കുറിച്ച് നിങ്ങൾ വായിച്ചവരായതുകൊണ്ട് കൂടുതൽ പറയേണ്ടതില്ല. എങ്കിലും എന്തുകൊണ്ടാണ് മലയാളികൾ ഇത്രയേറെ ആഴത്തിൽ എം ടിയെ ഇഷ്ടപ്പെട്ടത്? എം ടിയേക്കാൾ പ്രഗത്ഭരായ എഴുത്തുകാർ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. തകഴി ശിവശങ്കരപ്പിള്ള ഉണ്ടായിരുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നു, ദേവ് ഉണ്ടായിരുന്നു, ഉറൂബ് ഉണ്ടായിരുന്നു. എത്രയോ എഴുത്തുകാർ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അവരാരും എം ടിയേക്കാൾ മോശക്കാരാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എം ടിയോളം ജനഹൃദയത്തിൽ അധികാരം, ഒരേ വികാര തീവ്രതയോടുകൂടി സ്നേഹാധികാരം സ്ഥാപിച്ച ഒരു എഴുത്തുകാരൻ എം ടിക്ക് മുമ്പും ഉണ്ടായിട്ടില്ല, എം ടിക്ക് ശേഷവും ഉണ്ടായിട്ടില്ല. 4 തലമുറകളുടെ ഹൃദയത്തിലാണ് ഒരേ വികാര തീവ്രതയോടുകൂടി എം ടി കയറിയിരുന്നത്. എം ടിയെ വായിക്കുമ്പോൾ നമുക്ക് എം ടിയെ വിമർശിക്കാൻ പറ്റില്ല. നമ്മുടെ നെഞ്ചത്താണ് എം ടി കയറിയിരിക്കുക. നമ്മുടെ നെഞ്ച് കനം കെട്ടിച്ചുകൊണ്ട്, കണ്ണ് നനയിച്ചുകൊണ്ട്, നമ്മോട് തന്നെ നമ്മുടെ കഥ പറയുന്നത് പോലെ എം ടിയുടെ കഥകൾ പറയും. എം ടിയെ വായിച്ചപ്പോൾ ഒരു ജനത വായിച്ചത് ആ ജനതയുടെ സ്വപ്നങ്ങളും ഹർഷങ്ങളും ദുഃഖങ്ങളും പ്രത്യാശകളും ആശാനിരാശതകളും നിറഞ്ഞൊരു ലോകമാണ്. എം ടിയെ വായിച്ചവർ വായിച്ചത് അവരവരെ തന്നെയാണ്. ഇതാണ് അത്ഭുതകരമായ സ്വാനുഭവത്തിലേക്ക് ഒരു എഴുത്തുകാരൻ തൻ്റെ രചനകളെ കൊണ്ട് അനുവാചകരെ എത്തിക്കുന്ന ഒരു മഹാത്ഭുതം. അതെങ്ങനെയാണ് അതിൻ്റെ രസതന്ത്രം എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. വേലായുധേട്ടനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനാണ് വേലായുധേട്ടൻ. ഗോവിന്ദൻകുട്ടിയെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനാണ് ഗോവിന്ദൻകുട്ടി. സേതുവിനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനാണ് സേതു. സുധാകരനെ വായിക്കുമ്പോൾ തോന്നും ഞാനാണ് സുധാകരൻ. ഭീമനെ വായിക്കുമ്പോഴും തോന്നും ഞാനാണ് ഭീമൻ. ഇതാണ് എഴുത്തുകാരുടെ ഏറ്റവും സൂക്ഷ്മമായ ഒരു മാനസിക വിശകലന ശേഷി. മനുഷ്യരുടെ പീഡിത സത്തയോടാണ് എം ടി എന്നും സംവദിച്ചത്. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഏകാഗിയായ ഒരാളുണ്ട്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കിയില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾക്കത് മനസ്സിലായില്ല, എന്നെ എല്ലാവരും കൂടി തോൽപ്പിച്ചു, ഞാൻ അനാഥനായി, ഞാൻ ഒന്നുമില്ലാത്തവളാണ്, ഒന്നുമില്ലാത്തവനാണ്. ഇത് ഏതെങ്കിലും നിമിഷത്തിൽ തോന്നാത്ത ഒരു മനുഷ്യനുമില്ല, അല്ലെ? ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ അവനവൻ്റെ ഏകാകിതകളിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളാണ് ഭൂമുഖത്ത് ജനിച്ച എല്ലാ മനുഷ്യരും. ആ ഏകാകിതകളുടെ സന്ദർഭത്തോട് അതിസൂക്ഷ്മമായി സംവദിക്കുകയാണ് എം ടി ചെയ്തത്. എം ടിയുടെ ഉള്ളിൽ ഏകാഗിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി നമ്മുടെയൊക്കെ ഏകാകിതകളെ പിടിച്ചെടുത്തു. മഞ്ഞിലെ വിമലയെ പോലെ ഒരിക്കലും സുധീർ കുമാർ മിശ്ര തിരിച്ചു വരികയില്ല എന്ന് വിമലയ്ക്കറിയാം. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ സുധീർ കുമാർ മിശ്ര എന്ന ടൂറിസ്റ്റായി വന്ന മനുഷ്യന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന വിമല എന്ന ആ മലയാളിയായ നൈനിത്താളിൽ ജീവിക്കുന്ന പെൺകുട്ടി 12 വർഷം കഴിഞ്ഞിട്ടും ഓരോ സീസൺ വരുമ്പോഴും കായലോരത്തെ തെരുവ് വിളക്കുകൾ കത്താൻ തുടങ്ങുമ്പോഴും ബാരിക്കേഡുകൾ പെയിൻ്റ് അടിക്കാൻ തുടങ്ങുമ്പോഴും കുമയൂൺ കുന്നുകളിൽ ഇതാ വീണ്ടും ഒരു വസന്തം വരും, വരാതിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. രണ്ടും പോസിറ്റീവ് അല്ല. വരും എന്നത് പോസിറ്റീവാണ്, വരാതിരിക്കില്ല അത് ഇല്ല എന്നാണ് അവസാനിക്കുന്നത്, അല്ലേ? ഇല്ല എന്നത് നെഗറ്റീവാണ്. പക്ഷെ രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്. വരുമെന്ന് പറഞ്ഞാലും അർത്ഥം വരുമെന്നാണ്, വരാതിരിക്കില്ല എന്ന് പറഞ്ഞാലും വരുമെന്നാണ്. രണ്ടാമത്തേതിൽ ഇല്ല എന്ന് അവസാനിച്ചാലും
പോസിറ്റീവായ പ്രത്യാശ ഉറപ്പിക്കുകയാണ്. ഇതാണ് എം ടിയുടെ രചനാരീതിയുടെ ഒരു ചെറിയ ഉദാഹരണം. ഈ നെഗറ്റീവും പോസിറ്റീവുമായ രണ്ട് ചെറിയ വാചകങ്ങൾ കൊണ്ട് യുഗദീർഘമായ പ്രത്യാശയാണ് എം ടി വായനക്കാരനിലും വായനക്കാരിയിലും ഉൽപ്പാദിപ്പിച്ചത്. വളരും, വളർന്നു വലുതാവും, കൈക്ക് നല്ല കരുത്തുണ്ടാകും. നാലുകെട്ടിൽ അപ്പുണ്ണി വിചാരിക്കുക, വളരും, വളർന്നു വലുതാവും, കൈക്ക് നല്ല കരുത്തുണ്ടാകും. നാലുകെട്ട് ഫ്യൂഡൽ മരുമക്കത്തായ വ്യവസ്ഥയുടെ ഇരുണ്ട താവളമായിരുന്നു. അവിടെ 64 ആളുകളും പുലി പോലുള്ള അച്ചുമ്മാനും ഉണ്ടായിരുന്ന ഒരു വലിയ തറവാട്ട് ഭരണത്തിൻ്റെ അവസാനത്തെ കണ്ണിയാണ് അപ്പുണ്ണി. പട്ടിണിയും ദാരിദ്ര്യവും അവഗണനയും ഒറ്റപ്പെടലുമായി. ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല, ഒരു 50-60 വർഷം മുമ്പത്തെ നാലുകെട്ടുകളുടെ തകർച്ചയുടെ ഘട്ടമെന്ന് പറയുന്നത് അനേകം മനുഷ്യർ അനാഥരാണ്, ഒറ്റപ്പെടുത്തപ്പെട്ടവരാണ്, അവഗണിതരാണ്. അവരിലൊരു പ്രതിനിധിയാണ് അപ്പുണ്ണി. അപ്പുണ്ണി വിചാരിക്കുന്നു വളരും, വളർന്നു വലുതാകും. അപ്പുണ്ണിയുടെ അച്ഛൻ കോന്തുണ്ണി നായരെ കൊന്നത് സൈതാലിക്കുട്ടി എന്നൊരാളാണ്. പിതൃഘാതകനാണ് സൈതാലിക്കുട്ടി. വളർന്നു വലുതാകുന്ന ഏതോ ഘട്ടത്തിൽ അയാളെ വളരാൻ സഹായിക്കുന്നത് സൈതാലിക്കുട്ടിയാണ്. തൻ്റെ പിതാവിനെ കൊന്ന ആ ഘാതകനിൽ പിതൃബിംബം കണ്ടെത്തുന്ന ഒരു സന്ദർഭത്തിലേക്ക് നാലുകെട്ട് എത്തുന്നുണ്ട്. നിങ്ങൾ വായിച്ചു പോയാൽ അറിയാം. നാലുകെട്ടിൽ അവസാനം സൈതാലിക്കുട്ടി പറയും, നിങ്ങൾ ആ തള്ളയെ നന്നായി നോക്കണം, അവർക്ക് നിങ്ങളല്ലാതെ ആരാ ഉള്ളത്. അത് അമ്മയെക്കുറിച്ചാണ്. അമ്മയ്ക്ക് വേണ്ടിയാണ് അപ്പുണ്ണി വന്ന് നാലുകെട്ട് വിലയ്ക്ക് വാങ്ങുന്നത്. ഇത് പൊളിച്ചു കളയണം എന്ന് പറഞ്ഞു. ഇവിടെ കാറ്റും വെളിച്ചവുമുള്ള മറ്റൊരു വീട് പണി തീർക്കണം. നാലുകെട്ടുകൾ പൊളിച്ച് പുതിയ കാറ്റും വെളിച്ചവുമുള്ള ജനാധിപത്യത്തിൻ്റെ ഇടങ്ങൾ രൂപപ്പെടുന്നൊരു കാലത്തിൻ്റെ എഴുത്താണ് നാലുകെട്ടിലെ എഴുത്ത്. നാലുകെട്ട് 58 പുറത്തു വന്നത്. അതിനു മുമ്പ് എഴുതി തുടങ്ങിയ കൃതിയാണ്. 57 കേരളത്തിൽ ഒരു പുരോഗമന ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിൻ്റെ ഒരു സൂചനയും തന്നിട്ടില്ലെങ്കിലും തള്ളിമാറ്റപ്പെട്ടവർ, അവഗണിതർ, ദരിദ്രർ, പാവപ്പെട്ടവർ, നിഷ്കാസിതർ, തിരസ്കൃതർ അവരൊക്കെ തിരിച്ചു വരും എന്ന ഒരു സർഗരാഷ്ട്രീയം എം ടി ആ കഥയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാതെ തന്നെ ഒരു കാലത്തിൻ്റെ സർഗരാഷ്ട്രീയം എം ടി പറഞ്ഞു. ദുഃഖങ്ങൾ, ഏകാകിതകൾ, ഒറ്റപ്പെടുത്തലുകൾ, അങ്ങനെ അനാഥരായിപ്പോയ മനുഷ്യരുടെ ഉള്ളിലിരുന്ന് അവരുടെ പ്രത്യാശകൾ അടയാളപ്പെടുത്തി. വേലായുധേട്ടൻ വടക്കേലെ വീട്ടിൽ നിന്ന് മാളുകെടുത്തി ഇത്തിരി ചോറ് തരൂ എന്ന് പറഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് ഓടി വന്ന രംഗം എം ടി വർണ്ണിക്കുന്നുണ്ട്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ്, നിലവിളക്കിൻ്റെ വെളിച്ചത്തിലേക്കാണ് വേലായുധേട്ടൻ പ്രവേശിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നത് എം ടിയുടെ കഥകളുടെ ഒരു പ്രധാനപ്പെട്ട ദർശനമാണ്, വെളിച്ചമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രേരണ. എനിക്കിതിരി ചോറ് തരുമോ എന്ന് പറഞ്ഞ് ഇരുട്ടിൻ്റെ ആത്മാവായി തീർന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ വെളിച്ചത്തിലേക്ക് വരുന്നു. വേലായുധൻകുട്ടി ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തനല്ല. ഇന്നത്തെ അവസ്ഥയിൽ ഡിഫറൻഷ്യലി ഏബിളായ ഒരാളാണ്. ഇന്ന് നമ്മളയാളെ ഭ്രാന്തനെന്ന് വിളിക്കുകയില്ല. പല കാര്യങ്ങളിൽ പോരായ്മയുള്ള ഒരാളാണ്. പക്ഷേ വീട്ടിൽ, തറവാട്ടിൽ എല്ലാവരും ചേർന്ന് അയാളെ ഭ്രാന്തനാക്കി. അച്യുതൻ നായർ നിരന്തരം തല്ലിച്ചതച്ചു. എത്രയോ മന്ത്രവാദികളുടെ മുമ്പിൽ ചെന്നിരുന്നു. നിരന്തരം പീഡിപ്പിക്കപ്പെട്ട വീട്ടിനകത്തെ ഒറ്റപ്പെട്ട വേലായുധൻ പക്ഷേ അമ്മുക്കുട്ടി വരുന്നതോടുകൂടി പതുക്കെ പതുക്കെ മനുഷ്യനാകുന്നുണ്ട്. അമ്മുക്കുട്ടിയോടുള്ള പ്രണയം വായിച്ചിട്ടുള്ളവർക്കറിയാം. അമ്മുക്കുട്ടിയെ ഞാനൊന്ന് തൊടട്ടെ എന്ന് വേലായുധേട്ടൻ ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് അമ്മുക്കുട്ടി തന്നെ തിരിച്ചറിയുന്നു എന്ന തോന്നലിൽ തൻ്റെ തന്നെ അനാഥത്വത്തെ മറികടക്കാൻ തുടങ്ങുന്ന വേലായുധൻകുട്ടിയുടെ ക്രമപ്രവൃദ്ധമായ മാനസിക വളർച്ച ഒരു മനഃശാസ്ത്രജ്ഞന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര സൂക്ഷ്മമായിട്ടാണ് ആ കഥയിൽ എം ടി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്ത് മനോരോഗികളായി, ഭ്രാന്തന്മാരായി മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെക്കുറിച്ച് എഴുതപ്പെട്ട കഥകളിൽ ഏറ്റവും മൗലിക വ്യത്യസ്തതയുള്ള ഒരു കഥ എം ടി വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവാണ്. അതുപോലെ മറ്റൊരു കഥ ലോക സാഹിത്യത്തിലുണ്ടെങ്കിൽ അത് എം ടി തന്നെ എഴുതിയ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥയാണ്. അതാണ് പിന്നെ എൻ്റെ ജാനകിക്കുട്ടിക്ക് എന്ന പേരിൽ സിനിമയായത്. അങ്ങനെ മനോരോഗികളായി മാറ്റി നിർത്തപ്പെട്ടവർ, തള്ളി മാറ്റപ്പെട്ടവർ അവരുടെ ഉള്ളിലിരുന്ന് അവരെ കാണുക. അതിനു മുമ്പുള്ള എഴുത്തിൽ അങ്ങനൊരു ലോകമില്ല. തകഴി എഴുതുമ്പോൾ ഒരു കഥ നെറേറ്റ് ചെയ്യാൻ, പുറത്ത് കാണുന്നൊരു കഥ പറഞ്ഞു തരികയാണ്. ഓടയിൽ നിന്നിൽ ദേവ് പപ്പു എടുത്തു വളർത്തിയ കുട്ടിയുടെ കഥ നമ്മളോട് പറയുകയാണ്. എം ടി എഴുതുമ്പോൾ വേലായുധേട്ടൻ അയാളുടെ കഥ നിങ്ങളോട് പറയുകയാണ്. എം ടി വേലായുധേട്ടനായി മാറുകയാണ്.
മഞ്ഞിൽ വിമലയുടെ കഥ ബോധധാരാ സമ്പ്രദായത്തിൽ, അതും ആദ്യമായിട്ടാണ് മലയാളത്തിൽ വരുന്നത്. ബോധധാരാ സമ്പ്രദായത്തിലുള്ളൊരു ആഖ്യാനം. എം ടി തന്നെയാണ് വിമലയായി തീർന്ന് വിമലയുടെ കഥ പറയുന്നത്. ഇങ്ങനെ പകർന്നാടുകയാണ്. അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി ആയി തീർന്ന് എം ടിയുടെ വാചകങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങി നോക്കി, ആരെയും കാണാനില്ല. ഇത്തിരി ദൂരം പുഴയോരത്തേക്ക് നടന്നു. കലുങ്കിൽ ഭാഗ്യം, ആരുമില്ല. കലുങ്കിൽ കിടന്നു, വിശക്കുന്നുണ്ട്. ആർക്കാണ്? ഗോപാലനല്ല, ഗോവിന്ദൻകുട്ടിക്കല്ല, തനിക്കാണോ വിശക്കുന്നത്? അല്ല, താൻ പേറിക്കൊണ്ട് നടക്കുന്ന കഥാപാത്രത്തിനാണ് വിശക്കുന്നത്. ഇപ്പം എം ടിയുടെ ആഖ്യാനം നിങ്ങൾ സൂക്ഷ്മമായി വായിച്ചാൽ അതിൽ ഉത്തമ പുരുഷ സർവനാമത്തിൽ ഞാൻ എന്ന് പറയുന്നില്ല, അവനെന്നും പറയുന്നില്ല. ആത്മകഥാഖ്യാനം പോലെ എം ടി എഴുതിയ എല്ലാ കഥാപാത്രങ്ങളുടെയും ഉള്ളിലിരുന്ന് എം ടി അവരുടെ മാനസികാവസ്ഥയിൽ നമ്മോട് സംവദിച്ചു. അങ്ങനെ സ്വാനുഭവത്തിലാണ് എം ടി എഴുതിയത്. വായിച്ചവരും സ്വാനുഭവത്തിലാണ് സ്വീകരിച്ചത്. എം ടിയുടെ ഏറ്റവും മികച്ച നോവൽ എൻ്റെ കണ്ണിൽ അസുരവിത്താണ്. ഒരുപക്ഷെ മഞ്ഞ് നല്ല നോവലാണെന്ന് കരുതുന്നവരുണ്ട്, രണ്ടാമൂഴം നല്ല നോവലാണെന്ന് കരുതുന്നവരുണ്ട്. അതൊന്നും മോശമാണെന്ന് ഞാൻ പറയില്ല. എൻ്റെ കണ്ണിൽ എം ടിയുടെ ഏറ്റവും മികച്ച നോവൽ അസുരവിത്താണ്. അസുരവിത്ത് അരനൂറ്റാണ്ട് കാലം മുമ്പ് ഉണ്ടായ നോവലാണ്. ആ നോവലിൽ തുടക്കം തന്നെ വളരെ സൂക്ഷ്മമായൊരു വരുംകാല രാഷ്ട്രീയത്തിൻ്റെ സൂചനയാണ്. ശേഖരൻ മുതലാളി ഗ്രാമത്തിലെ അമ്പലം പുതുക്കി പണിയുന്നു. അപ്പോൾ ഗ്രാമത്തിലെ മുസ്ലിം മുതലാളി കുന്നിൻ്റെ പുറത്ത് പള്ളി കയറ്റുന്നു. അതുവരെ ആ ഗ്രാമത്തിൽ മതത്തിൻ്റെ പേരിൽ ഒരു തരം അകൽച്ചയുമില്ലാതെ ജീവിച്ചിരുന്ന മനുഷ്യർക്കിടയിലേക്ക് ഈ രണ്ട് പ്രവർത്തനത്തിലൂടെ മതം കടന്നു വരുന്നു. അതിൽ കുഞ്ഞിമരക്കാരെന്ന കഥാപാത്രം പറയുന്നുണ്ട്, ലഹളക്കാലം എന്ന് പറഞ്ഞാൽ 921 മലബാർ കലാപകാലം. ലഹളക്കാലത്തൊരു വാക്കേറ്റം കൂടി ഉണ്ടാവാത്ത സ്ഥലമാണ് ഇത്. അന്ന് ലഹളയുടെ കാര്യങ്ങൾ അടുത്തടുത്ത് കേട്ടു തുടങ്ങി. നാടൊഴിച്ചു പോകണമോ എന്ന് ആളുകൾ ആലോചിച്ചു തുടങ്ങി. മക്കത്ത് പോയി വന്ന വയസ്സ് ചെന്ന മുതലാളി അന്ന് കിടപ്പായിരുന്നു. മുതലാളി പറഞ്ഞു, പടച്ചോൻ്റെ വേണ്ടുക കൊണ്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആരും ഈ നാട് വിട്ടു പോകരുത്. ഒറ്റ മാപ്പിളയും ഹിന്ദുവിനെ തൊടൂല, ഒറ്റ ഹിന്ദുവും മാപ്പിളേനെ തൊടൂല, മൂപ്പരൊരാണയിരുന്ന് എന്നാണ് ഈ കുഞ്ഞിമരക്കാർ വിചാരിക്കുന്നത്. 21 മതത്തിൻ്റെ പേരിൽ വാക്കേറ്റം പോലും ഇല്ലാതെ പോയൊരു സ്ഥലത്ത് ശേഖരൻ മുതലാളി അമ്പലം കയറ്റുകയും മുസ്ലിം മുതലാളി പള്ളി പണിയുകയും ചെയ്യുന്നതോടുകൂടി പ്രശ്നങ്ങളുണ്ടാവും. ഒറ്റപ്പെടുത്തപ്പെട്ട അവഗണിതനായ അസുരവിത്തായി മാത്രം അമ്മയും ബന്ധുക്കളും വിലയിരുത്തിയ ഗോവിന്ദൻകുട്ടി അവസാനം ശേഖരൻ മുതലാളിയുടെ മകൻ പിഴപ്പിച്ച പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വന്ന് പിന്നെയും ചതിക്കപ്പെട്ട് അനാഥനായി, അതിൻ്റെ പേരിൽ ധിക്കാരിയായി, അതിൻ്റെ പേരിൽ റൗഡിയായി തെരുവിൽ അയാളെ തല്ലിക്കൊല്ലാൻ ബന്ധുക്കളും നാട്ടുകാരും ശ്രമിക്കുമ്പോൾ രക്ഷിക്കാൻ വരുന്നത് ഇതേ കുഞ്ഞിമരക്കാരാണ്. കൈത്തണ്ടയ്ക്ക് ബലമുള്ള ആണുങ്ങളുണ്ടെങ്കിൽ വരേണ്ട വരിൻ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ നേരിടുന്നത്. അയാളെ രക്ഷിച്ചു, വീട്ടിലേക്ക് കൊണ്ടുപോയി അഭയം കൊടുത്തു. പിന്നീടൊരു പ്രലോഭനത്തിൽ ഗോവിന്ദൻകുട്ടി മതം മാറി അബ്ദുള്ളയായി. അബ്ദുള്ളയായപ്പോൾ വിചാരിച്ചു പണ്ട് തന്നെ സ്നേഹിച്ച ഈ കുഞ്ഞുമരക്കാർ കൂടുതൽ ഇഷ്ടപ്പെടും. അവിടെ ചെല്ലുമ്പോൾ ഫൂ എന്നൊരാട്ടാട്ടിയിട്ട് കുഞ്ഞുമരക്കാർ പറയും, ഇതിനല്ല നിങ്ങളെ ഞാൻ സഹായിച്ചത്, നിങ്ങളെ ഞാൻ സഹായിച്ചത് ഒരു മനുഷ്യനായിട്ടാണ്. ഇന്നെന്നല്ല ഇനി മേലിൽ ഈ മുറ്റത്ത് കാല് കുത്തരുത്, വരരുത്, വന്നാൽ കുഞ്ഞരക്കാരുടെ കളി മാറും. ഇതേ വാചകമാണ് എം ടി എഴുതിയിട്ടുള്ളത്. ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ 50 വർഷം മുമ്പ് വരാനിരിക്കുന്ന ഒരു മാനവിക ദുരന്തം മുൻകൂട്ടി കണ്ട നോവലാണ് അസുരവിത്ത്. പുതും മുതലാളിത്തം, നവമുതലാളിത്തം, പുത്തൻ പണം നമ്മളെ ഉപഭോക്താക്കളാക്കുക മാത്രമല്ല, പുത്തൻ പണം ഫാഷിസവും വർഗീയതയും സൃഷ്ടിക്കും. നമ്മെ ഹിന്ദുവാക്കി, മുസൽമാനാക്കി, ക്രിസ്ത്യാനിയാക്കി, നമ്മെ കണ്ടാലറിയാതാക്കി, 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളാക്കി മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിച്ച് ജയിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് 50 വർഷം മുമ്പ് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ദീർഘദർശനം ചെയ്ത നോവലാണ് അസുരവിത്ത്. അങ്ങനെ ആ നോവലിനെ കുറിച്ച് ഇനി ഒരുപാട് പറയാം. ഇങ്ങനെയാണ് എം ടി എഴുതിയത്. എം ടി എഴുതിയതിൽ പ്രത്യക്ഷാർത്ഥത്തിൽ ഒരു കഥാധാരയുണ്ട്, പ്രത്യക്ഷമല്ലാത്ത മറ്റൊരു കഥാധാരയുണ്ട്. നിങ്ങൾ 15ാമത്തെ വയസ്സിൽ നാലുകെട്ട് വായിച്ചാൽ കിട്ടുന്ന അർത്ഥമല്ല 30 വയസ്സിൽ കിട്ടുക, 45 വയസ്സിൽ മറ്റൊരർത്ഥം കിട്ടും. ഇതൊരു മികച്ച കലാസൃഷ്ടിയുടെ രഹസ്യമാണ്. ആ കഥയ്ക്കകത്ത് പലതരം അടരുകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്.
മഞ്ഞ് ആവർത്തിച്ച് വായിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് മർച്ചൻസ് നേവിയിൽ 40 വർഷം ജീവിച്ചത് വേദപുസ്തകം പോലെ മഞ്ഞ് വായിച്ചിട്ടാണ്. അയാളിങ്ങനെ വായിച്ച് മറിച്ച് പൊടിഞ്ഞു പോയൊരു മഞ്ഞ് എന്നെ കാണിച്ചു. ഇതാണ് എൻ്റെ വേദപുസ്തകം. MT വായിച്ച് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെങ്കിലും എനിക്ക് നേരിട്ടറിയാം. ഒരുപാട് പേരുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. മരിക്കാൻ തോന്നുമ്പോൾ വരാതിരിക്കില്ല എന്നൊരു പ്രത്യാശയായിട്ട് MT പ്രത്യക്ഷപ്പെടും. മാനസിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, ഏകാകികളാകുമ്പോൾ, എനിക്ക് ആരുമില്ലല്ലോ എന്ന് തോന്നുമ്പോൾ MT വായിച്ചാൽ നിങ്ങൾക്ക് ആത്മസമാധാനം കിട്ടും. ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മുന്നേറും എന്ന ആത്മബലം MT ഓരോ കഥയും ഓരോ നോവലും തന്നിട്ടുണ്ട്. ഒരുപക്ഷെ സിനിമയിലും 60 സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതി. മുറപ്പെണ്ണ് തൊട്ട് അവസാനം വന്ന കേരളവർമ്മ പഴശ്ശിരാജ കഴിഞ്ഞ ഒരു സിനിമ കൂടി വന്നല്ലോ, ആ സിനിമ വരെ MT പറഞ്ഞത് ഇത്തരം ആളുകളുടെ കഥയാണ്. ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവിന്മേൽ അന്ന് കുത്തുവിളക്കുകൊണ്ട് ആഞ്ഞുകുത്തി. ഒരുപക്ഷെ കുട്ടികൾക്കത് കേട്ടുപരിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ തലമുറ വരെ ഞങ്ങൾ നിരന്തരം കേട്ടുപഠിച്ചത് ചതിയൻ ചന്തു എന്നാണ്. ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു. ചതിയൻ എങ്ങനെ ചതിയനായി എന്ന് അന്വേഷിച്ച് MT നിങ്ങളെ ബോധ്യപ്പെടുത്തി അയാൾ ചതിയനല്ല. ഇപ്പോൾ നമ്മൾ തമാശയ്ക്ക് മിമിക്രിക്കാരൊക്കെ പറയുന്നില്ലേ, 6ാം ക്ലാസ്സിൽ മീനാക്ഷി ടീച്ചർ തോൽപ്പിച്ചു എന്നിങ്ങനെ നിങ്ങൾ മിമിക്രിയാക്കി പറയുന്ന പലരും തോൽപ്പിച്ചിട്ടും തോൽപ്പിക്കപ്പെടാൻ ഇനിയും ചന്തുവിൻ്റെ ജന്മം ബാക്കി എന്നത് നിങ്ങളൊക്കെപ്പെട്ട മനുഷ്യർ തന്നെയാണ്. നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. എന്നെ അമ്മ തോൽപ്പിച്ചു, അച്ഛൻ തോൽപ്പിച്ചു, കാമുകൻ തോൽപ്പിച്ചു, കൂട്ടുകാരൻ തോൽപ്പിച്ചു, ടീച്ചർ തോൽപ്പിച്ചു, പേരറിയാത്ത പലരും തോൽപ്പിച്ചു. എന്നാലും തോൽക്കാൻ കൂട്ടാക്കാത്ത ഒരാൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. ഈ വിജയിക്കാൻ വേണ്ടിയല്ല, തോൽക്കാതിരിക്കാൻ വേണ്ടി പോരാടുന്നവരുടെ കൂടെയാണ് MT നിന്നത്. MT എഴുത്ത് എന്നും എല്ലാ യുദ്ധങ്ങളിലും മരിക്കുന്ന മനുഷ്യൻ്റെ ഒപ്പമായിരുന്നു. എല്ലാ സംഘങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ ഒപ്പമായിരുന്നു. എല്ലാ പോരാട്ടങ്ങളിലും തോൽക്കുന്ന മനുഷ്യൻ്റെ ഒപ്പമായിരുന്നു. ഈ കാഴ്ച വെച്ച്, ഈ താക്കോൽ വെച്ച് MT നിങ്ങളൊന്ന് വായിച്ചു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും MT മിക്ക കഥാപാത്രങ്ങളും തോറ്റവരോ തോറ്റു കൊടുത്തവരോ ആണ്. അനുജന് പഠിക്കാൻ വേണ്ടി ഏട്ടൻ പഠനം വേണ്ടെന്ന് വെക്കുന്ന കഥാപാത്രമാണ് മുറപ്പെണ്ണ് എന്ന സിനിമ. അതിൻ്റെ കഥ വേറെയാണ്. ആ ഓരോ കഥയിലും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി തോറ്റുകൊടുത്ത ആളുകൾ. കുട്ടിയടത്തി എന്ന കഥ കാതുമുറിച്ച മീനാക്ഷിയെടുത്തിൻ്റെ കഥയാണ്. അവിടെ ജീവിച്ചിരുന്ന സ്ത്രീയാണ്. കൂടല്ലൂരിൽ ജീവിച്ച ആളാണ് കാതുമുറിച്ച മീനാക്ഷിയെടുത്തി. കാതിലൊരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് വൈരൂപ്യമാണെന്നറിഞ്ഞ് കറിക്കത്തി കൊണ്ട് ആ അരിമ്പാറ മുറിച്ചത് തൂങ്ങിക്കിടന്ന് കാത് മുറിച്ച മീനാക്ഷിയെടുത്തി എന്ന് പേരുണ്ടായിരുന്ന കൂടല്ലൂരിൽ ജീവിച്ച ആളാണ്. ആ സ്ത്രീയാണ് മച്ചിൽ ചൊവ്വായപ്പെട്ട ധനമുണ്ട് എന്ന് കേട്ട് മച്ച് കിളച്ചത്. ആ സ്ത്രീ ആ കാലത്ത് ജാതിയിൽ താഴ്ന്ന ഒരു ചെറുമക്കിടാത്തൻ്റെ കൂടെ താമസിച്ചു. അങ്ങനെ തൻ്റെടി ആയതിൻ്റെ പേരിൽ ധിക്കാരിയും ഒരുമ്പെട്ടവളും ആയി കണക്കാക്കപ്പെട്ട കുട്ടിയടത്തി, കാതുമുറിച്ച മീനാക്ഷിയെടുത്തിയല്ല, കുട്ടിയടത്തിയാണ് കഥയിൽ, മരിക്കുകയാണ്. MT ജനിക്കുന്നതിന് മുമ്പ് മരിച്ച ആളാണ് വാസ്തവത്തിൽ കാതുമുറിച്ച മീനാക്ഷിയെടുത്തി. പക്ഷെ കഥയിൽ കുട്ടിയടത്തി MT ചേർത്ത് കിടത്തിയിട്ട് പറയും, ബാസു വലുതാവണം, ബാസു വലുതായാൽ നിൻ്റെ അമ്മയെ നോക്കണം, ബാസുവിൻ്റെ വല്യമ്മയെ നോക്കണം, നിൻ്റെ അമ്മയെ നോക്കണം. അങ്ങനെ കൊട്ടി ഉറക്കി ശബ്ദം നിലച്ചുപോയി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിട്ടത്ത് തൂങ്ങിക്കിടക്കുന്ന 2 കാലുകളാണ് കാണുന്നത്. ഇത്രയേറെ ധീരയായിരുന്നിട്ടും തോൽപ്പിക്കപ്പെട്ട ഒരു കുട്ടിയടത്തി. ഇന്ന് അങ്ങനെ ഒരു കുട്ടിയടത്തി തോൽപ്പിക്കപ്പെടില്ല. ഇന്ന് സ്ത്രീക്ക് കർത്തൃത്വം വർദ്ധിച്ചു. സ്ത്രീ കുറെ കൂടി സമൂഹത്തിൽ കരുത്താർജിച്ചു. ഇന്ന് അങ്ങനെ ഒരു നിഷേധത്തിൻ്റെ വഴിയിൽ റിബലായി ജീവിച്ച തൻ്റെടിയായൊരു സ്ത്രീ ഇത്രത്തോളം പെടുത്തപ്പെടില്ല. ഇപ്പം ഇന്ന് വായിച്ചാൽ കുട്ടിയടത്തി നമുക്ക് അങ്ങനെ തോൽക്കുമെന്ന് തോന്നില്ല. പക്ഷെ അന്ന് തോറ്റ കുട്ടിയടത്തിയെ ജയിപ്പിക്കാനാണ് MT കുട്ടിയടത്തി എഴുതിയത്. തോറ്റ ചന്തുവിനെ ജയിപ്പിക്കാനാണ് MT വടക്കൻ വീരഗാഥ എഴുതിയത്. തോറ്റ ജാനകിക്കുട്ടിയെയും തോറ്റ വേലായുധേട്ടനെയും ജയിപ്പിക്കാനാണ് MT ഇരുട്ടിൻ്റെ ആത്മാവും ചെറിയ ഭൂകമ്പങ്ങളും എഴുതിയത്. ഒരു തനി ഗ്രാമീണനായ മനുഷ്യൻ തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുണ്ടാക്കിയ കഥകളാണിതൊക്കെ. ഈ ഗോവിന്ദൻകുട്ടി അവിടെ ജീവിച്ച ഒരാളാണ്. ഗോപി എന്നായിരുന്നു പേര്. അയാൾ മതം മാറിയത് യാഥാർത്ഥ്യമാണ്. പകിടകളിക്കാരൻ കോന്തുണ്ണി നായർ അവിടെ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പകിടകളിയിലെ രാജാവായിരുന്നു. ഇവരൊക്കെ ആ പേരിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സൈതാലിക്കുട്ടി ഈ കോന്തുണ്ണി നായരെ കൊന്നു എന്ന കേസിൽ പ്രതിയായിരുന്ന കൂടല്ലൂരിൽ തന്നെ ജീവിച്ചിരുന്ന ആളാണ്. ഈ കഥകളൊക്കെ കൂടല്ലൂരിൽ ജീവിച്ച കഥാപാത്രങ്ങളാണ്. പക്ഷെ കൂടല്ലൂരിൽ യഥാർത്ഥത്തിൽ ജീവിച്ച മുഴുവൻ കഥാപാത്രങ്ങളും അമരന്മാരായില്ല. MT തൊട്ട മനുഷ്യരൊക്കെ അമരന്മാരായി തീർന്നു. ഇതാണ് എഴുത്തുകാരൻ്റെ അത്ഭുതകരമായ കൈയടക്കം. MT തൻ്റെ സ്പർശം കൊണ്ട്
ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെക്കാൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ സൃഷ്ടിച്ചു. ഇത് എം.ടിയുടെ ഏത് കഥയിലും സിനിമയിലും നിങ്ങൾക്ക് വായിക്കാം. ബന്ധുക്കൾ കോഴിയിറച്ചിയിൽ വിഷം ചേർത്ത് കൊന്ന അച്ചുമ്മാൻ തറവാട്ടിലുണ്ടായിരുന്ന ഒരാളാണ്. 64 ആളും പുലി പോലുള്ള അച്ചുമ്മാനും ഉണ്ടായിരുന്ന ആ തറവാട്ടിലെ ഒരച്ചുമ്മാനെയാണ് മരുമക്കൾ അദ്ദേഹത്തിൻ്റെ ദ്രോഹം സഹിക്കവയ്യാതെ കോഴിയിറച്ചിയിൽ വിഷം ചേർത്ത് പത്തായപ്പുരയിലേക്ക് കൊടുത്തയച്ചു. വിഷം കഴിച്ച കോഴിക്കറി തിന്ന് ദാഹിച്ച് മരണവേദനയോടുകൂടി അച്ചുമ്മാൻ നിലവിളിച്ചു. ആരും തിരിഞ്ഞു നോക്കിയില്ല. അവിടെ കിടന്ന് അച്ചുമ്മാൻ മരിച്ചു. താശമ്മാൻ എന്ന് പറയുന്ന ഒരാൾ ധാരാളം നെൽകൃഷി ചെയ്ത് പണമുണ്ടാക്കി ചെറിയ ചെറിയ കുടങ്ങളിലാക്കി തറവാട്ടിലെവിടെയോ കുഴിച്ചിട്ടു. അവസാനം താശമ്മാനെ മനോനില തെറ്റി എവിടെയാണ് കുഴിച്ചിട്ടതെന്നറിയാതെ താശമ്മാൻ ഇങ്ങനെ ഒരു പാരയെടുത്ത് എല്ലായിടത്തും നടന്ന് കുത്തി കുത്തി നടക്കാൻ തുടങ്ങി. ഇതൊക്കെ ഒരു പക്ഷേ ഋതുഭേദം പോലുള്ള സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങളൊക്കെ അവിടെ ജീവിച്ച ആളുകളാണ്. അവിടെ ജീവിച്ച ആളുകളെ 17 വയസ്സിന് മുമ്പ് എം.ടി ഹൃദയത്തിൽ സൂക്ഷിച്ചു പോകുന്ന ആളുകളെ തൻ്റെ കലാവിദ്യ കൊണ്ട് എം.ടി അമരന്മാരാക്കി. അജ്ഞാതൻ്റെ ഉയരാത്ത സ്മാരകം എന്ന കഥയിൽ പറയുന്നുണ്ട്, നമുക്ക് പോകേണ്ടിയിരുന്ന വഴി ഇതല്ല. അനേകം നാഴികകൾ വളഞ്ഞു ചുറ്റി ഇതിലേ വന്നത്. ഞാൻ ഇവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്ന് നിന്നെ അറിയിക്കാനാണ്. അന്നും ഈ മുസാവരി ബംഗ്ലാവ് ഉണ്ടായിരുന്നു. മുസാവരി ബംഗ്ലാവിനപ്പുറം താന്നിക്കുന്ന്, അതിനപ്പുറം കണ്ണാന്തളി പൂക്കൾ വിരിയുന്ന പറക്കുളം മേച്ചിൽപ്പുറമ്പ്. അതെ, എൻ്റെ ബാല്യം. പാലത്തിൻ്റെ ചുവട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ ഒരു കുമ്മട്ടിക്കായ അറുത്തെടുക്കും. അറുക്കുന്ന വിരലുകൾ ചാത്തുനായരുടേത്, കാവൽ നിൽക്കുന്ന കണ്ണുകൾ എൻ്റേത്. നാഴിയരിയും ഒരു കുമ്മട്ടിക്കായയുമായി 6 പേർ പട്ടിണി കൂടാതെ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാവൽ കിടക്കാൻ വരുന്ന താച്ചു നായർക്കും അതിലൊരു പങ്കുണ്ട്. ഒരു കഥയുടെ തുടക്കമാണ്. ഇങ്ങനെയാണ് ഈ ലോകത്ത് നിന്നാണ് എം.ടി പുറപ്പെട്ടത്. നാഴിയരിയും ഒരു കുമ്മട്ടിക്കായയും കൊണ്ട് വലിയ തറവാട്ടിൽ ജനിച്ചിട്ടും പട്ടിണിക്കും അവഗണനയ്ക്കും നടുക്ക് ജീവിച്ച ഒരു കുട്ടി തുടങ്ങിയ സ്ഥലമാണ് ഇത്. എം.ടിയുടെ ജീവിതത്തിൻ്റെ മാത്രം തുടക്കമല്ല. ഇവിടെ ജീവിച്ചിരിക്കുന്ന എം.ടിയുടെ പ്രായമോ അതിന് തൊട്ട് താഴെ പ്രായമുള്ള ആളുകളുടെ മുഴുവൻ ജീവിതം തുടങ്ങിയതൊരു കാലത്ത് ഇങ്ങനെയാണ്. അനാഥരായി, അവഗണിതരായി അവർ നാട് വിട്ടുപോയി. പലയിടത്തും പോയി വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ. ആ നായകൻ പോയതുപോലെ മഞ്ഞിലെ വിമലയുടെ അച്ഛൻ വിചാരിക്കുന്നുണ്ട്, ഈ ഉരുളക്കിഴങ്ങ് ഗവേഷകന്റെ സ്ഥാനവും ഈ പദവിയും അറിയുന്നവർ എത്ര പേരുണ്ട് നാട്ടിൽ. പുറത്തു പോയി പല പദവിയൊക്കെ നേടി, പക്ഷെ അതൊന്നും നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ വ്യഥകളാണ് എം.ടി ആ കാലത്ത് എഴുതിയത്. അവരുടെ ഉള്ളിലിരുന്ന് ആ കഥ പറഞ്ഞു. അതുകൊണ്ടൊരു കാലത്തിൻ്റെ സംക്രമത്തേരിലിരുന്ന് ആ കാലത്തെ നയിച്ച എഴുത്തുകാരനാണ്. എം.ടിയുടെ ഏത് സിനിമയിലും അത്തരം അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമകൾ ഇപ്പോഴും മലയാളിയുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും മികച്ച പാട്ടുകളൊക്കെ ഉണ്ടായത് ആ സിനിമയിലാണ്. പി ഭാസ്കരൻ ഏറ്റവും മികച്ച പാട്ടുകൾ എഴുതിയിട്ടുള്ളത് എം.ടിക്ക് വേണ്ടിയാണ്. കന്നിരാവിൻ കളഭക്കിണ്ണം പൊന്നാനിപ്പുഴയിൽ വീണപ്പോൾ. ഞങ്ങളുടെ അടുത്താണ് പൊന്നാനിപ്പുഴ. ഇപ്പോൾ പൊന്നാനിപ്പുഴയിൽ കളഭക്കിണ്ണമൊന്നും വീഴുന്നില്ല, അവിടെ കോഴി വേസ്റ്റാണ് വീഴുന്നതെങ്കിലും ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് കന്നിരാവിൻ കളഭക്കിണ്ണം ഈ പൊന്നാനിപ്പുഴയിൽ വീഴുന്നുണ്ട്. ആ കളഭക്കിണ്ണാണ് പിന്നീട് വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ കൊണ്ടുപോയിട്ടത്. ആദ്യം ഭാസ്കരൻ മാഷ് എം.ടിയുടെ കഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ചന്ദനക്കിണ്ണം എടുത്ത് ഇപ്പുറത്ത് കൊണ്ടിടാൻ എളുപ്പമാണ്. പക്ഷെ ആദ്യമായി ഈ ചന്ദനക്കിണ്ണം ഉണ്ടാക്കാൻ പ്രയാസമാണ്. എം.ടി ഉണ്ടാക്കിയത് അങ്ങനത്തെ ഒരു ലോകമാണ്. ഒരുപക്ഷെ ആ കാലത്തെ എല്ലാ സിനിമകളിലും നഗരം നഗരം മഹാസാഗരം പോലുള്ള പാട്ടുകൾ, നാഗരികതയെക്കുറിച്ച് ആദ്യം ഉണ്ടായ പി ഭാസ്കരൻ മാഷ്ട ഏറ്റവും മികച്ച പാട്ടാണ്. ഒരു പാട്ടിൽ താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എന്ന് എഴുതിയിട്ട് ഭാസ്കരൻ മാഷ് എം.ടിയോട് ചോദിച്ചു, ഈ താന്നിയൂർ എവിടെയാണെന്ന് വാസുവിന് അറിയോ? എം.ടി പറഞ്ഞു, അറിയില്ല. വാസുവിൻ്റെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. താന്നിക്കുന്നിലെ താന്നിയും കൂടല്ലൂരിലെ ഊരും ചേർത്താണ് താന്നിയൂർ ഉണ്ടാക്കിയത്. ആ പാട്ടിലെ ഒരു വരി എപ്പോഴും ഞാൻ പാടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു പാട്ടാണ്. എള്ളെണ്ണ മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ, ധനുമാസം പൂക്കൈത മലർ ചൂടി വരുമ്പോൾ ഞാൻ അങ്ങയെ കീനാവു കണ്ട് കൊതിച്ചിരിക്കും. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ
മഞ്ഞണി പൂന്നിലാവ് പേരാറ്റിൻ്റെ കടവത്ത് മഞ്ഞളരച്ച് വെച്ച് നീരാടുന്നൊന്നുമില്ല, മഞ്ഞളരച്ച് വെച്ച് ഇപ്പോൾ ആരും നീരാടാറില്ല. പക്ഷെങ്കിലും ഒരു നഷ്ടകാലം ആ കഥയ്ക്കകത്ത് നിന്ന് ഭാസ്കരൻ മാഷ് കണ്ടെടുക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ പാട്ടുകൾ, ആ കാലത്തെ പാട്ടുകൾ മുഴുവൻ പാടാൻ തുടങ്ങിയ പാട്ട് തന്നെ പാടേണ്ടി വരും. പ്രശസ്തമായ പാട്ടില്ലേ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിഞ്ഞു പോയ മരുമക്കത്തായ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്ന ഒരു കാലത്തെ വ്യഥകളാണ് എം ടി എഴുതിയത്. പക്ഷെ പ്രത്യാശ കൈവിട്ടില്ല. വളരും, വളർന്നു വലുതാകും, കൈക്ക് നല്ല കരുത്തുണ്ടാകുമെന്ന് ഈ തകർന്ന മനുഷ്യരോടൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ എം ടിയുടെ അവസാനത്തെ കാലത്തെ കഥകളിലൊന്നാണ്, അവസാനത്തെ കാലത്തെ അല്ല, അവസാനം കഥ എഴുതിയിട്ട് ഏതാണ്ട് 30 വർഷത്തിന് മീതെയായി. അവസാനം വന്ന കഥ കാഴ്ചയാണ്. അത് ടി വി കൊച്ചുബാവയുടെ ഗൾഫ് വോയിസിലാണ് വന്നത്. അതിന് തൊട്ടു മുമ്പ് എഴുതിയ കഥ കൽപ്പാന്തമാണ്. അത് മാധ്യമം വാർഷിക പതിപ്പിലാണ് വന്നത്. അതിനു മുമ്പ് എഴുതിയ ഒരു കഥയാണ് ശിലാലിഖിതം. അത് കലാകൗമുദിയിലോ മലയാളത്തിലോ ആണ് വന്നത്. ശിലാലിഖിതത്തിൽ ഒരു സ്ത്രീ ഒതളങ്ങ തിന്ന് മരിക്കാൻ കിടക്കുകയാണ്. ഗ്രാമത്തിലെ സ്ത്രീയാണ്. രാവിലെ മുതൽ മരണത്തോട് മല്ലിട്ട് അവർ പിടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗ്രാമം തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോഴാണ് നഗരത്തിൽ നിന്ന് ഗ്രാമീണനായിരുന്ന ഒരാൾ തിരിച്ചു വരുന്നു. അയാൾ വന്ന് പറയും, ഒരു സ്ത്രീ എത്ര നേരമായി ഇവിടെ കിടന്ന് മരിക്കാൻ ശ്രമിക്കുന്നു, ആർക്കെങ്കിലും ഒന്ന് പോയി നോക്കിക്കൂടെ? അപ്പോൾ മകൾ, നഗരത്തിൽ നിന്ന് വന്ന കുട്ടി അച്ഛനോട് ചോദിക്കും, അച്ഛന് പോയി നോക്കിക്കൂടെ? അല്ലെ, അവിടെ ഒരാൾ മരിക്കാൻ കിടക്കുന്നു, ആർക്കെങ്കിലും ഒന്ന് പോയി നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളോട് അച്ഛനൊന്ന് പോയി നോക്കിക്കൂടെ എന്ന് ചോദിക്കും. ആ കുട്ടി അച്ഛൻ്റെ കൈ വിടുവിച്ച് അവിടെ മരിക്കാൻ കിടക്കുന്ന സ്ത്രീക്ക് ചോലയിൽ നിന്ന് ഇത്തിരി വെള്ളം വായിൽ ഒഴിച്ചു കൊടുക്കും. നഗരത്തിൽ നിന്ന് വന്ന പരിഷ്കൃതയായ ആധുനിക ടെക്നോളജിയുടെയൊക്കെ ലോകത്ത് വളർന്നു വന്ന അതിനാഗരികയായ കുട്ടിയിലാണ് വരും കാലത്തെ മനുഷ്യത്വം നിലനിൽക്കാൻ പോകുന്നത് എന്ന് കണ്ട എഴുത്തുകാരനാണ് എം ടി. എം ടി ഒരു പഴയ എഴുത്തുകാരനല്ല. ഏറ്റവും പുതിയ കാലത്തെ കുട്ടിയിലും ഈ മനുഷ്യത്വം നിലനിൽക്കും. അതാണ് എഴുത്തുകാരൻ്റെ പ്രത്യാശ. എഴുത്തുകാരൻ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നു, മാനവികതയിൽ വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ വികാരങ്ങൾ അസ്തമിച്ചു പോയാൽ മനുഷ്യൻ മനുഷ്യനല്ലാതാവും. അതുകൊണ്ട് എം ടി വികാരങ്ങളിൽ ചാലിച്ചാണ് ഓരോന്നും പറഞ്ഞത്. അമ്മ ജീവിച്ച നാടാണ് എന്നാണ് എം ടി ഒരിക്കൽ എന്നോട് പറഞ്ഞു. കൂടല്ലൂരിനോടുള്ള ഇഷ്ടം എന്താണ്? അമ്മ ജീവിച്ച നാടല്ലേ. അമ്മ എം ടിയുടെ 18ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ജ്യേഷ്ഠൻ ഗോവിന്ദൻ നായർ മാഷ് മദ്രാസിലെ വെല്ലൂരിലേക്ക് അമ്മയെ ക്യാൻസർ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നത്. അമ്മയെ കാണാൻ എം ടി പാലക്കാട് ജംഗ്ഷനിൽ ചെല്ലും. അമ്മയോട് കുറച്ചു നേരം വർത്തമാനം പറയും. അധിക നേരം നിർത്തില്ല. വാസു പൊക്കോ, വണ്ടി ഇപ്പോൾ പോകും. കോട്ടെ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അമ്മ കോന്തല എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികൾക്കൊന്നും അറിയാം, മുണ്ടിൻ്റെ ഒരറ്റം. അന്നൊക്കെ സ്ത്രീകൾ എന്ത് സമ്പാദ്യം കിട്ടിയാലും ആ കോന്തലക്കലാണ് കെട്ടിവെക്കുക. അമ്മ കോന്തലക്കെട്ട് ഇങ്ങനെ അഴിച്ചു. ഒരു വെള്ളി ഉറുപ്പിക എടുത്ത് വാസുവിൻ്റെ കയ്യിൽ വെച്ചു. എന്തിനാ അമ്മേ ഇത് എന്ന് ചോദിച്ചു. കയ്യിൽ വെച്ചോ, ആവശ്യം വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വെള്ളി ഉറുപ്പിക കയ്യിൽ വെച്ച് കൊടുത്ത് തെക്കോട്ട് പോയ ഒരു വണ്ടിയിൽ നിന്ന് എന്നേക്കുമായി യാത്ര പറഞ്ഞു പോയ അമ്മയെ പോലെയാണ് എനിക്ക് എൻ്റെ ഗ്രാമം എന്ന് എം ടി പറഞ്ഞു. ഗ്രാമത്തിലെ കർക്കിടകം പോലെ, കർക്കിടകത്തിൽ അച്ഛൻ്റെ നാട്ടിൽ നിന്ന് വിരുന്നു വന്ന ശങ്കുണ്ണിയേട്ടനെ ഊട്ടാൻ വേണ്ടി അത്താഴപ്പഷ്ണി കിടത്തിയ അമ്മയെപ്പോലെ സ്നേഹം കൊണ്ട് മാത്രം പുലർന്ന ഒരു സ്വപ്നമാണ് എം ടി മലയാളിക്ക് തന്നത്. മലയാളിക്ക് അമ്മയ്ക്ക് പിറന്ന ഏത് മലയാളിയും എം ടിയെ സ്നേഹിക്കും. മതേതര മനസ്സുള്ള ഏത് മലയാളിയും എം ടിയെ സ്നേഹിക്കും. ഒറ്റപ്പെട്ടു പോകുന്ന എല്ലാ നിമിഷങ്ങളിലും നിങ്ങൾ എം ടിയെ ഓർക്കും. കാത്തിരിപ്പിൻ്റെ വ്യഥകളിൽ നിങ്ങൾ എം ടിയെ ഓർക്കും. തോൽപ്പിക്കപ്പെട്ട മനുഷ്യർ എം ടിയെ ഓർക്കും. തോറ്റവരുടെ പക്ഷത്ത് നിലയുറപ്പിച്ച എഴുത്തുകാരനാണ് എം ടി. വിജയിച്ചു എന്ന് അഭിമാനം കൊള്ളുന്ന ഓരോ മലയാളിക്കുള്ളിലും തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് എം ടി എന്നും സംവദിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് എം ടി മരിച്ച് അനേക നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഞാനും നിങ്ങളൊക്കെ ഇല്ലാതായാലും ഏതെങ്കിലും ഒരു കുട്ടി, ഒരു അപ്പുണ്ണി, ഒരു വേലായുധേട്ടൻ തിരിച്ചു വരും, പുസ്തകമെടുക്കും. ആ പുസ്തകത്തിൽ നിന്ന് വരാതിരിക്കില്ല എന്ന പ്രത്യാശ ഏറ്റെടുക്കും. അതാണ് മലയാളി കേസരിയെ ബാലകൃഷ്ണപിള്ളയുടെ നിരീക്ഷണ പ്രകാരം ഒരു സെമിറ്റിക് നരവംശത്തിൽ നിന്ന് പിറന്നു വന്ന ആളുകളാണ്. സെമിറ്റിക് നരവംശത്തിൻ്റെ രൂപാന്തരമാണ്. അതുകൊണ്ട് മലയാളിക്ക് 3 തരം കുഴപ്പങ്ങളുണ്ട്.
നേരിയ വിഷാദാത്മകത്വം, ഉത്സവക്കമ്പം, താളക്കമ്പം, നടന നൃത്തഭ്രമം എന്നാണ്. നേരിയ വിഷാദാത്മകത്വം മലയാളിയുടെ ഒരു സഹജ നരവംശ സംസ്കാരമാണ്. ചെറിയ കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് വിഷാദം വരും. പെട്ടെന്ന് വിഷാദരോഗികളാവാൻ സാധ്യതയുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ കമ്പിന് ഉത്സവങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ അക്ഷരോത്സവം നടത്തുന്നത്. എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ അക്ഷരോത്സവം ഉണ്ട്. കാരണം ഈ ഉത്സവങ്ങളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. നമുക്കൊരു നിരാശ തോന്നുമ്പോൾ നമ്മൾ ഫെസ്റ്റിവലിലേക്ക് വരും. ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വിഷാദാത്മകത്വം മാറും. അല്ലെങ്കിൽ ഏതെങ്കിലും പൂരപ്പറമ്പിൽ പോകും. ആനയെ കണ്ടാലും കടൽ കണ്ടാലും ഉത്സവം കണ്ടാലും മലയാളിക്ക് മതിയാവില്ല. ആനയെ കണ്ട് മതിയായ മലയാളിയില്ല, കടൽ കണ്ട് മതിയായ മലയാളിയില്ല, ഉത്സവത്തിൽ പങ്കെടുത്ത് മതിയായ മലയാളിയില്ല. അതുപോലെയാണ് ആനയും കടലും ഉത്സവവും പോലെ നാലാമത്തെ മലയാളിയുടെ പ്രതിഭാസമാണ് എം ടിയെ വായിച്ച് മതിയായ മലയാളികൾ ഇല്ല. അതുകൊണ്ട് മലയാളികൾ ഉള്ളിടത്തോളം കാലം എം ടി ഉണ്ടാവും. വിശേഷം വിദൂര വിദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ അനേകം മലയാളികൾ എം ടിയെ വായിക്കുന്നത് മരിക്കാതിരിക്കാനാണ്, കൊല്ലാതിരിക്കാനാണ്. കൊല്ലാൻ അവൻ ശ്രമിക്കും, ചാവാതിരിക്കാൻ ഞാനും. ഇത് എം ടിയുടെ ഒരു വാചകമാണ്. കൊല്ലാൻ അവൻ ശ്രമിക്കും, ചാവാതിരിക്കാൻ ഞാനും. ഇത് മനുഷ്യരെ സംബന്ധിച്ച് വിശേഷിച്ച് ഈ ക്രിമിനൽ വയലൻസിൻ്റെ യുഗത്തിൽ എപ്പോഴും ആരും വന്ന് കുത്തിക്കൊല്ലാൻ സാധ്യതയുണ്ട് നമ്മളെ എന്ന് വിചാരിച്ചു മാത്രം ജീവിക്കണം. MDMA പോലുള്ള അതിമാരകമായ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടു പോയ ഒരു വലിയ സമൂഹം ഇന്ന് നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കത്തിയെടുത്ത് കുത്തിക്കൂടായുകയില്ല. പെട്ടെന്നൊരു വടിയുമായി വന്ന് 3 പേരെ തല്ലിക്കൊന്നുകൂടായുകയില്ല. എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി നമ്മളെ കൊന്ന് നമ്മുടെ മാംസം വേവിച്ച് അത് ഭക്ഷിച്ചുകൂടായുകയില്ല. ആധുനിക മലയാളിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. എം ടി ഒരിക്കൽ പറഞ്ഞു, മാധവിക്കുട്ടിയും എം ടിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബോംബെയിലാണ്, മാധവിക്കുട്ടി താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി എം ടിയും താഴേക്ക് വന്നപ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട ഒരു കുടുംബം, അച്ഛനും അമ്മയും ഒരു കുട്ടിയും കൂടി നടന്നു പോകുന്നു. അപ്പം മാധവിക്കുട്ടി സ്വകാര്യമായിട്ട് എം ടിയോട് പറഞ്ഞു, വാസു സൂക്ഷിക്കണം കേട്ടോ, കാനിബാൾസാണ് എന്ന് പറഞ്ഞു. നരഭോജികളാണ്. 3 കുട്ടികളുണ്ടായിരുന്നു. 2 എണ്ണത്തിനെ അവർ തിന്നു. 3-മത്തേതിനെ എപ്പോഴാണ് തിന്നാന്നറിയില്ല. എം ടി അത്ഭുതപ്പെട്ടു. പിന്നെ പറഞ്ഞു, കമലയ്ക്ക് എന്തിലും ഭാവന കാണാൻ സാധിക്കും. അതാണ് കമലാസുരയ്യയ്ക്ക് മാധവിക്കുട്ടിയെക്കുറിച്ച് ഞാൻ കേട്ട ഏറ്റവും നല്ല ഒരു വിലയിരുത്തലാണ്. കമലയ്ക്ക്, ആമിക്ക് എന്തിലും ഭാവന കാണാൻ സാധിക്കും. അതൊരു ഭാവനയല്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നമ്മളെ പിടിച്ച് തിന്നുകൂടായികയില്ലാത്ത 2025 എം ടി ആ മനുഷ്യരുടെ മനസ്സിലിരുന്ന് സ്നേഹത്തിൻ്റെ ഇതിഹാസമാണ് രചിച്ചത്. ഘടോൽക്കചൻ കരുത്തനായ പോരാളിയായിരുന്നു. ഭീമൻ എന്ന നായകന് 2-മന് ഹിഡുംബി എന്ന കാട്ടാള സ്ത്രീയിലുണ്ടായ ഒരേ ഒരു മകനാണ്. കർണൻ അർജുനനെ കൊല്ലാൻ വേണ്ടി ഏകപുരുഷഖാദിനി എന്നൊരു വേലും വെച്ച് കാത്തിരിക്കുകയാണ്. ആ ഏകപുരുഷഖാദിനി കർണൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം എപ്പോഴും അർജുനൻ വധിക്കപ്പെടാം. അതിന് പരിഹാരമായിട്ടാണ് ഘടോൽക്കചനെ യുദ്ധരംഗത്തിറക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കുരുവംശത്തിന് നഷ്ടമുണ്ടാക്കിയത് ഘടോൽക്കചനാണ്. സഹിക്കവയ്യാത്തൊരു ഘട്ടം വന്നപ്പോൾ ദുര്യോധനൻ കർണനോട് പറഞ്ഞു, ഏകപുരുഷഖാദിനി പ്രയോഗിച്ച് അവനെ കൊല്ലണം, അർജുനനെ പിന്നെ നോക്കാം. അങ്ങനെയാണ് ഘടോൽക്കചൻ മരിച്ചു വീഴുന്നത്. അന്ന് രാത്രി പാണ്ഡവ പടകുടീരങ്ങളിൽ കണ്ണുനീരാണ്. ഇരുട്ടിൽ നിൽക്കുകയാണ് ഭീമൻ. അയാളുടെ ഒരേ ഒരു പുത്രനാണ്. മറ്റു പുത്രർക്കൊന്നും അയാൾക്ക് മാത്രമായിട്ട് അവകാശമില്ല. 5 പേരുടെയും കൂടി മക്കളാണ്. സ്വന്തം പുത്രൻ എന്ന് പറയാനുള്ളത് ആ കാട്ടാള സ്ത്രീയിലുണ്ടായ ഒരേ ഒരു മകനാണ്. അവനാണ് മരിച്ചത്. കണ്ണുനീരണിഞ്ഞ അയാൾ നിൽക്കുമ്പോൾ കൃഷ്ണൻ പാണ്ഡവരോട് പറയും, അവൻ മരിച്ചതിൽ ആഹ്ലാദിക്കുകയാണ് വേണ്ടത്. പാണ്ഡവപുത്രനെങ്കിലും അവൻ കാട്ടാളനാണെന്ന് മറക്കേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അവനെ കൊല്ലേണ്ടി വരും. അത് കൂടാതെ കഴിഞ്ഞല്ലോ എന്ന് സമാധാനിക്കൂ, ആഹ്ലാദിക്കൂ. ആ വാക്കുകൾ കേട്ട് നിൽക്കുകയാണ് കാട്ടാളനായ മകനെ പ്രസവിച്ച ഭാര്യയുടെ ഭർത്താവായ ഭീമൻ. ഒരുപക്ഷേ ദളിത് പക്ഷത്ത് നിന്ന്, കീഴാള പക്ഷത്ത് നിന്ന് മലയാളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ആ ഘടോൽക്കചൻ മരിച്ച സമയത്ത് 2-ഊഴത്തിലുള്ളത്. അവസാനം 2-ഊഴത്തിൽ എം ടി പറയുന്നത് ഭീമൻ്റെ അച്ഛൻ കാറ്റാണ് എന്നല്ല, ചങ്ങലയഴിഞ്ഞ ചണ്ടമാരുതനെ പോലെ വന്ന ഒരു കാട്ടാളനാണ്.
കേരളത്തിൽ ഇന്നും നമ്മൾ കാട്ടാളന്മാരെ, ആദിവാസികളെ മനുഷ്യരായിട്ട് കണക്കാക്കിയില്ല. ബത്തേരിയിൽ ഒരു ബസ് അപകടം ഉണ്ടായി, 5 പേർ മരിച്ചു എന്ന് ചായപ്പിടിയിലിരുന്ന് ആരോ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഇല്ല 3 പേരെ മരിച്ചിട്ടുള്ളൂ. അല്ലല്ലോ, 5 പേര് മരിച്ചു എന്നാണല്ലോ കേട്ടത്. മറ്റേ ആൾ പറഞ്ഞു, രണ്ടാള് ആദിവാസികളാണ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ആദിവാസികളാണ്. അവർ മനുഷ്യരായിട്ട് മനുഷ്യരുടെ മനസ്സിൽ വന്നിട്ടില്ല. ആ ഒരു കേരളത്തിലാണ് ഭീമകഥയെ മുൻനിർത്തിക്കൊണ്ട് ഒരു കാട്ടാളപുത്രൻ, കാട്ടാള യുവാവ് മരിച്ചതിനെക്കുറിച്ച് ഏറ്റവും ഉന്നതമായ നീതിബോധത്തോടു കൂടി എം ടി സംസാരിച്ചത്. ഈയിടെ ആരോ സോഷ്യൽ മീഡിയയിൽ എഴുതി കണ്ടു, എം ടി സവർണ എഴുത്തുകാരനാണ്, നായന്മാരുടെ കഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എം ടിയെ വായിക്കാതെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ എഴുതാൻ എല്ലാവർക്കും സാധിക്കും. എം ടിയെ വായിക്കണം. ഒരുപക്ഷെ ഏറ്റവും കീഴാളമാക്കപ്പെട്ട മനുഷ്യരെ, ഒടിയനിലെ കഥാപാത്രം, പറയൻ കണ്ടങ്കോരൻ, പാണൻ ഉണിപ്പരവൻ, ഇവരൊക്കെ അതിലെ കീഴാള കഥാപാത്രങ്ങളാണ്. ഏറ്റവും കൂടുതൽ കീഴാളപക്ഷത്ത് നിന്ന് എഴുതിയ കഥകൾ എം ടി എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കണം. ഏറ്റവും കൂടുതൽ ആദിവാസികളുടെ പക്ഷത്തു നിന്നും എം ടി എഴുതിയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന് രാഷ്ട്രീയമല്ല, മതമല്ല, ഗോത്രമല്ല, മനുഷ്യനാണ് പ്രധാനം. ഒറ്റപ്പെടുന്ന മനുഷ്യൻ, ഒറ്റപ്പെടുത്തപ്പെട്ട മനുഷ്യൻ, ചതിക്കപ്പെട്ട മനുഷ്യൻ, പാവപ്പെട്ടവൻ, അനാഥൻ, ദുഃഖിതൻ. അവിടെ ദുഃഖിതൻ എന്ന് പറയുമ്പോൾ ദുഃഖിത എന്നും ഉണ്ട് കേട്ടോ, 2 ജെൻഡറും കൂടിയതാണ്. ദുഃഖിതരായ ആളുകളൊക്കെ എം ടിയുടെ പരിഗണന കൊണ്ട് സനാഥരായി. 4 തലമുറ മലയാളികൾ എം ടിയെ വായിച്ച് ആത്മാവിൽ സനാഥരായി. എം ടിയിൽ മലയാളികളുടെ ജീവിതം അനാഥത്വത്തിൻ്റേതല്ല, സനാഥത്വത്തിൻ്റേതാണ്. എം ടിയിൽ മലയാളികളുടെ ജീവിതം നിരാശയുടേതല്ല, പ്രത്യാശയുടേതാണ്. എം ടിയിൽ മലയാളികളുടെ ജീവിതം മതവിഭാഗീയതയുടേതല്ല, മതേതര മാനവികതയുടേതാണ്. എം ടിയിൽ മലയാളികളുടെ ജീവിതം ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ സ്നേഹം വന്ന് നിറയ്ക്കുന്ന ഉത്തമമായ സർഗാത്മകതയാണ്. അപ്പോൾ സ്നേഹശൂന്യമായ ഇടങ്ങളിൽ സ്നേഹത്തിൻ്റെ വിളക്കുകൾ കൊളുത്തിയ അമരനായ എഴുത്തുകാരനാണ് എം ടി. എം ടി വീണപ്പോൾ മലയാള സംസ്കൃതിയുടെ വംശവൃക്ഷമാണ് വീണത്. അനേകം മനുഷ്യർ അനാഥരായി. ഞാൻ ആത്മാവിൽ അനാഥനായി നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ വാസുവേട്ടൻ്റെ വിരലുകൾ വന്ന് സ്പർശിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. വരും, വരാതിരിക്കില്ല. അവിടെ മേച്ചിൽപ്പുറത്തെ കണ്ണാന്തളിപ്പൂക്കൾ കാത്തിരിക്കുന്നുണ്ട്, വടക്കേപ്പുഴ കാത്തിരിക്കുന്നുണ്ട്, തെക്കേപ്പുഴ കാത്തിരിക്കുന്നുണ്ട്, മാടത്ത് തെക്കേപ്പാട്ട് തടവാട് കാത്തിരിക്കുന്നുണ്ട്, അവിടുത്തെ പഴയ നാട്ടുവഴികൾ കാത്തിരിക്കുന്നുണ്ട്, ഇടവഴികൾ കാത്തിരിക്കുന്നുണ്ട്, താന്നിക്കുന്ന് കാത്തിരിക്കുന്നുണ്ട്, മുത്തുവിളയും കുന്ന് കാത്തിരിക്കുന്നുണ്ട്. എം ടിയെ കണ്ടിട്ട് പോലുമില്ലാത്ത പാവപ്പെട്ട അനേക സഹസ്രം മനുഷ്യർ, എം ടിയെ വായിക്കാതെ സിനിമകൾ കണ്ട് മാത്രം എം ടിയെ മനസ്സിലാക്കിയ അനേക കോടി മനുഷ്യർ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ തളരുമ്പോഴൊക്കെ ജയിപ്പിക്കാൻ എം ടി എന്ന എഴുത്തുകാരൻ വരും. എം ടി തന്നെ പറയുന്നുണ്ട്, തളരുമ്പോൾ സ്വന്തം മണ്ണിനെ കെട്ടിപ്പുണർന്ന് ശക്തി വീണ്ടെടുക്കുന്ന ട്രോജൻ പടയാളിയാണ് ഞാൻ. വാസുവേട്ടാ, ഞാൻ വിചാരിക്കുന്നു അങ്ങ് എവിടെ തളർന്നാലും ഈ പുഴയുടെ തീരത്തേക്ക് വരണം. ഈ മണ്ണിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് അനേക കോടി മനുഷ്യർക്ക് അതിജീവന പ്രത്യാശ നൽകാൻ, അനാഥരെ സനാഥരാക്കാൻ അങ്ങ് വരണം. വരും, വരാതിരിക്കില്ല. ഭ്രാന്തൻ വേലായുധൻകുട്ടിയെ ചങ്ങലക്കിട്ടിട്ട് ആ ചങ്ങലക്കണ്ണികൾ ഉരഞ്ഞ് പൊട്ടി വ്രണമായി. ആ വ്രണത്തിൽ ഈ ചങ്ങലക്കണ്ണികൾ ഉരയുമ്പോഴുള്ള ആ സഹിക്കാൻ പറ്റാത്ത നിലവിളി, അതുപോലെ കുട്ടിയെടത്തി, മീനാക്ഷിയെടത്തി കാത് അരിവാള് കൊണ്ട് മുറിച്ച് കളഞ്ഞിട്ട് ആ മുറിവ് വ്രണമായി പഴുത്തിട്ടുള്ള സഹിക്കാൻ കഴിയാത്ത നിലവിളി, ഇങ്ങനെയുള്ള ഗ്രാമത്തിൻ്റെ രാത്രികളിലെ നിലവിളികളെ എം ടി വാസുദേവൻ നായർ ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. ആ നിലവിളികൾ ശിലാലിഖിതം എന്ന കഥയിൽ വേറൊരർത്ഥത്തിൽ വിഷക്കായ കഴിച്ച് മരണാസന്നയായി കിടക്കുന്ന സ്ത്രീയുടെ നിലവിളിയായി മാറുന്നു. അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ രാത്രികളുടെ നിലവിളി കൂടി എം ടി ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ പെട്ടെന്ന് ശ്രദ്ധയിൽ പറയാത്ത ഏതെങ്കിലും കഥകളിൽ പിന്നെ അങ്ങനെ നിലയ്ക്കാത്ത നിലവിളികളുണ്ടോ? തീർച്ചയായും സോമൻ ചെമ്പ്രത്തിൻ്റെ നിരീക്ഷണം വളരെ ശരിയാണ്. ഞാനത് നേരിട്ടല്ലാതെ പറഞ്ഞു എന്നേ ഉള്ളൂ. താശമ്മാൻ്റെ നിലവിളികൾ, വെള്ളം കിട്ടാതെ അച്ചുമ്മാൻ്റെ നിലവിളി, ഈ പറയുന്ന വേലായുധ കുട്ടിയേട്ടൻ്റെ നിലവിളിയെ അനുസരിക്കുന്നവരാണ് യഥാർത്ഥ എഴുത്തുകാർ. രുദിതാനുസാരിത്വം അല്ലേ? ഒരു പക്ഷി അമ്പെയ്ത് വീഴ്ത്തപ്പെട്ടപ്പോൾ
അരുതേ കാട്ടാള എന്ന് നിലവിളിച്ചതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യം. അതുപോലെ ഒറ്റപ്പെടുത്തപ്പെട്ട മനുഷ്യരുടെ ഏകാന്തമായ നിലവിളികളാണ് ഇതൊക്കെ. കേൾക്കുന്ന നിലവിളിയാണ്. കേൾക്കാത്ത നിലവിളികൾ എത്രയുണ്ട്. മഞ്ഞിലെ വിമലയുടെ നിലവിളി പുറത്തേക്ക് കേൾക്കാത്ത നിലവിളിയാണ്. ബുദ്ധുവിൻ്റെ നിലവിളി, ഏതോ കാലത്ത് ഏതോ ഒരു ടൂറിസ്റ്റ് ജന്മം നൽകിയിട്ട് പോയ പിതാവില്ലാത്ത ബുദ്ധു ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് അച്ഛൻ്റെ ചിത്രമെന്ന് പറഞ്ഞ് അമ്മ കൊടുത്ത ആ ചിത്രത്തിലെ അച്ഛൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും സീസണിൽ അവിടെ വരും വരാതിരിക്കില്ല എന്ന് വിചാരിക്കുമ്പോഴും അവരുടെ നിശബ്ദമാക്കപ്പെട്ടൊരു നിലവിളിയുണ്ട്. ഇപ്പം എം ടി വാസ്തവത്തിൽ ഈ അനാഥമാക്കപ്പെട്ട നിലവിളികളുടെ എഴുത്തുകാരൻ തന്നെയാണ്. ചിലടത്തത് പുറത്തേക്ക് കേൾക്കും. ചന്തുവിൻ്റെ നിലവിളി അതാണ്. ചന്തു നിലവിളിക്കുകയാണ്. താഴ്വാരം എന്ന സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, കൊല്ലാനവൻ നോക്കും മരിക്കാതിരിക്കാൻ ഞാനും. അവിടെ ഒരു ഭയത്തിൻ്റെ നിലവിളിയാണ്. എല്ലാ കഥയിലും ഈ ഒറ്റപ്പെട്ടപ്പെടുത്തപ്പെട്ട അനാഥരാക്കപ്പെട്ട മനുഷ്യരുടെ ഏകാന്ത നിലവിളികൾ. ചില കഥകളിലത് ഉറക്കെ കേൾക്കാം, ചില കഥകളിലത് പുറത്തേക്ക് കേൾക്കില്ല. തീർച്ചയായും നിലവിളികളുടെ കഥാകാരനായതുകൊണ്ടാണ് അദ്ദേഹം അനാഥരുടെ കഥാകാരൻ ആയത്. ഒരു അഭിനന്ദനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. ഒരു മണിക്കൂർ നേരം എം ഡിയെ ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു. എം ഡിയുടെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ വളരെ പ്രയോജനപ്രദമായിരുന്നു താങ്കളുടെ ഒരു മണിക്കൂർ ഞങ്ങൾക്ക് നൽകിയത് എന്നുള്ളത് വളരെ വളരെ അഭിനന്ദനത്തോടു കൂടി താങ്കളെ അഭിനന്ദിക്കാൻ ഞാൻ യാണ്. ഒരുപാട് സിനിമകൾ കാണുന്നത് പോലെ വാക്യങ്ങൾ ഒരു മനോഹരമായി പെയ്തിറങ്ങുന്ന ഒരു മഞ്ഞ് പോലെ, എം ഡിയുടെ മഞ്ഞ് ഞങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന പോലെയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ വാചകങ്ങൾ ഞങ്ങളിലേക്ക് ഇറങ്ങിയത്. കവിതകളൊക്കെ ഇങ്ങനെ ഉദ്ധരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ കഥകളെ ഇത്രയും മനോഹരമായി ഒരു വ്യത്യാസവുമില്ലാതെ ഇത്രയും മനോഹരമായി പ്രഭാഷണം നടത്തിയത് അങ്ങയെ ഞാൻ അഭിനന്ദിക്കുവാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. അങ്ങ് നന്ദി. പേരെന്താ? പേര് സുധീർ ചടയമംഗലം, കവിയാണ്, പ്രഭാഷകനാണ്. സുധീറിനെ എനിക്കറിയാം. സുധീറിനെ പലതവണ കണ്ടിട്ടുണ്ട്, പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. തീർച്ചയായും എം ടി താങ്കൾ പറഞ്ഞതുപോലെ നമ്മളുടെയൊക്കെ മനസ്സിലുണ്ട്. ഞാൻ വാസ്തവത്തിൽ എൻ്റെ ഉള്ളിലൊരു എം ടി എടുത്ത് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടത് നിങ്ങളുടെ മനസ്സിലെ എം ടിയാണ്. എം ടിയെ വായിക്കണം. എം ടിയെ വായിക്കാതെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എം ടിക്കെതിരെ പലതും പറയുന്നത്. വല്ലാത്ത സങ്കടം തോന്നി. പണ്ട് ബാലചന്ദ്രൻ എഴുതിയ ഒരു കവിതയിൽ മരിക്കുമ്പോഴല്ലോ പുഴുക്കൾക്ക് സദ്യ. പക്ഷേ ആ മനുഷ്യൻ എഴുതി വെച്ച എത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടായിരിക്കും ഇത്രയേറെ ദുഃഖിതരെ സാന്ത്വനിപ്പിക്കാൻ എം ടിക്ക് സാധിച്ചത്. എം ടി അധികം വർത്തമാനം പറയില്ല, എം ടി ചിരിക്കില്ല, എം ടി ആളുകളെ പ്രീതിപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രീണന നയവും കയ്യിലുള്ള ആളല്ല. എം ടിക്ക് PR വർക്ക് ചെയ്യാൻ അറിയില്ല. വളരെ മൗനിയായിരുന്ന് ഒട്ടും സ്നേഹം പുറത്തേക്ക് കാണിക്കാതെ ഉള്ളിൽ അടക്കി പിടിച്ച അഗാധമായ സ്നേഹത്തിൻ്റെ കടലാണ്. ഞാൻ എൻ്റെ വ്യക്തിയനുഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാൽ ആ മനുഷ്യൻ അകത്തൊളിപ്പിച്ചു വച്ചിരുന്ന മഹാസ്നേഹത്തിൻ്റെ കടലുകൾ നമുക്ക് അറിയാൻ സാധിക്കും. ചിലപ്പോൾ ഒരു നോട്ടത്തിൽ, ഒരു നേർത്ത ചിരിയിൽ, ഒരു കൈത്തലോടലിൽ നമ്മെ തളിർത്ത് പുഷ്പിപ്പിക്കാൻ മാത്രം സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ച ഒരു കഥാകാരനായതുകൊണ്ടാണ് ഇത്രയേറെ ആർദ്ര നിമിഷങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയത്. ആർദ്രതയില്ലാത്ത ഒരാൾക്ക് ഇത്രയേറെ ആർദ്ര നിമിഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ആർദ്രത ഉണ്ടാക്കുന്നത് നിങ്ങൾ വയലൻസിലേക്കും ക്രൗര്യത്തിലേക്കും പോവാതിരിക്കാനാണ്. ആകെ എഴുത്തുകാരന് ചെയ്യാവുന്നത് നിങ്ങളുടെ ആർദ്രതയുടെ ഏതെങ്കിലും ഒരു കരുവിൽ ചെന്ന് പൊട്ടിക്കാൻ, നിങ്ങൾ കൊലയാളിയാവാതിരിക്കാൻ, നിങ്ങൾ മറ്റുള്ളവർ മരിക്കുമ്പോൾ ദുഃഖിക്കാതിരിക്കുന്നൊരവസ്ഥയെങ്കിലും ഇല്ലാത്തവരായി തീരാൻ. ഒന്നും നമുക്ക് തടയാൻ പറ്റിയില്ലെങ്കിലും അടുത്തൊരാൾ മരിക്കുമ്പോൾ ദുഃഖിക്കാനെങ്കിലും കഴിയുന്ന ഒരു മാനസികാവസ്ഥ. എഴുത്തുകാരുടെ രാഷ്ട്രീയം അതുമാത്രമാണ്. അലിവുള്ളവരായി, ആർദ്രതയുള്ളവരായി, ഉള്ളിൽ നനവുള്ളവരായി മനുഷ്യരെ മാറ്റാൻ. എൻ്റെ അറിവിൽ ഞാൻ വായിച്ച എഴുത്തുകാരിൽ ഇത്രയേറെ നനവ് ഹൃദയത്തിൽ ഉണ്ടാക്കിയ ഒരു എഴുത്തുകാരൻ എം ടിയെ പോലെ വേറെയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ സുധീറിനത് ഹൃദയത്തിൽ തട്ടി അനുഭവപ്പെട്ടത്.